അക്ഷയ് ഇന്നും ഇന്നലെ ആയിട്ട് നിന്റെ വീഡിയോസ് എന്നുള്ളത് കാണാൻ തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് നിന്റെ വീഡിയോസ് എന്നുള്ളത് കാണുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു നോഫാപ്പിന്റെ കാര്യത്തിൽ അത് എത്ര തന്നെ ട്രൈ ചെയ്തിട്ടും ഫെയിലായി പോവുകയാണ്. ഞാൻ ഒരിക്കൽ കുറച്ച് ദിവസം എന്നുള്ളത് പോയിട്ടുണ്ടായിരുന്നു, 30-40 ദിവസം എന്നുള്ളത് ഞാൻ ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിന് ശേഷം ഞാൻ എത്ര ശ്രമിച്ചിട്ടും ആ ഒരു സ്ട്രീക്ക് എന്നുള്ളത് എനിക്ക് വരാനായിട്ട് പറ്റുന്നില്ല, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെയിൽ ചെയ്യുന്ന, മെസ്സേജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഇതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. സോ ഇതിനെ നിങ്ങൾ എങ്ങനെ വേണമെന്ന് അറിയോ ബ്രോ കാണാനായിട്ട്? നിങ്ങളിപ്പോ ഒരു യുദ്ധത്തിന് പോവാന്ന് വിചാരിക്കുക, ഇന്ത്യ പാകിസ്ഥാൻ വാർ. വെറുതെ അവർ ചാടിക്കേറി യുദ്ധത്തിന് പോവുകയായിരിക്കില്ല ചെയ്യുന്നുണ്ടാവുക. കൃത്യമായിട്ടുള്ള പ്ലാനിങ് എന്നുള്ളത് അതിനു മുൻപേ ചെയ്തിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ ഈ കാര്യത്തിലും ഇത് ഇയേഴ്സ് ആയിട്ടുള്ള അഡിക്ഷൻ ആണ്. വെറുതെ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയതോ കഴിഞ്ഞ മാസം തുടങ്ങിയതോ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം മുൻപ് തുടങ്ങിയതോ അല്ല, റെഗുലർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇയേഴ്സ് ആയിട്ടുള്ള അഡിക്ഷൻ ആണ്. അപ്പൊ അത് ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഒരു അഡിക്ഷൻ എന്നുള്ളത് നിങ്ങളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സേനയുടെ മുകളില് നിങ്ങൾക്കൊരു വിജയം നേടണം എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ എന്നുള്ളത് നിങ്ങൾ ചെയ്തിരിക്കണം, അതിനനുസരിച്ച് അത് ഇംപ്ലിമെന്റും ചെയ്തിരിക്കണം. ഓക്കെ, സോ അതിന് ഉള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ട്രാക്ക് യുവർ ട്രിഗേഴ്സ്. നിനക്കിപ്പോ എന്തെങ്കിലും പല കാര്യങ്ങളായിരിക്കാം നിന്നെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ചിലപ്പോൾ സോഷ്യൽ മീഡിയ ആയിരിക്കാം, ചിലപ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് വേറെ ഒരാളെ കാണുന്നതായിരിക്കാം, വേറെ ഗേൾ ഫ്രണ്ടിന്റെ വേറെ ഒരു സംസാരവും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. എന്താണ് എക്സാക്ട്ലി നിന്നെ എന്താണ് ട്രിഗർ ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ചിരിക്കണം. നമ്മൾ ഇപ്പൊ മോട്ടിവേഷനും കേട്ടിട്ട് വീണ് കഴിഞ്ഞാൽ എണീറ്റ് ഓടുക എന്നുള്ളതല്ല നീ ചെയ്യേണ്ടത്. അതൊക്കെ പഴയ സ്ട്രാറ്റജിയാണ്. അതൊക്കെ വെറുതെ ഒരു മോട്ടിവേഷന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. വീണ് കഴിഞ്ഞാൽ നിന്നെ കൊണ്ട് പറ്റും, വീണ്ടും എണീറ്റ് ഓടുക എന്ന് പറയുന്നത്. വീണ് കഴിഞ്ഞാൽ നീ ശ്രദ്ധിക്കേണ്ടത് ഞാൻ എന്തുകൊണ്ട് വീണു എന്നുള്ളത് നീ പഠിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് വീണു എന്നുള്ളത്, നിനക്ക് ഓടേണ്ടത് ജസ്റ്റ് ഒരു 100 മീറ്ററിന്റെ റേസ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിനക്ക് വീണ് കഴിഞ്ഞാൽ എണീറ്റ് ഓടാം. പക്ഷെ നിനക്ക് ഓടേണ്ടത് ഒരു ലൈഫ് ടൈം ഗെയിമാണ്, അല്ലേ? ലൈഫ് ടൈം ഗെയിമിൽ ഈ റൂള് എന്നുള്ളതാണ് ഇപ്പോഴും നീ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ല ഫോളോ ചെയ്യേണ്ടത്. അതിന് പകരം എന്തുകൊണ്ട് ഞാൻ വീണു, എന്താണ് ഞാൻ ചെയ്ത മിസ്റ്റേക്സ്, എന്താണ് ഏത് കല്ലിൽ തട്ടിയിട്ടാണ് ഞാൻ വീണത്, അതോ എൻ്റെ ഷൂവിന്റെ പ്രശ്നമായിരുന്നോ, അതോ ഞാൻ ഓടിയതിന്റെ വല്ല മിസ്റ്റേക്ക് ആയിരുന്നോ? ആ ട്രിഗേഴ്സ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ആ ട്രിഗേഴ്സ് നിനക്ക് ഏത് രീതിയിലാണ് വരുന്നത്, എന്നിട്ട് അത് കട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്നുള്ളത് ചെയ്യുക. ഇപ്പൊ നിനക്ക് ഫോൺ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു അഡിക്ഷൻ എന്നുള്ളത്, ഫോൺ അഡിക്ഷൻ എന്നുള്ളതൊക്കെ നിനക്ക് കൂടുതലായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ബ്ലോക്കേഴ്സ് എന്നുള്ളത് യൂസ് ചെയ്യും. അതായത് ഇപ്പൊ ബ്ലോക്കർ ഹീറോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളൊക്കെ നമ്മളുടെ കോഴ്സിനകത്ത് കൊടുക്കുന്ന ഒരു ആപ്പാണ്. ബ്ലോക്കർ ഹീറോ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്. ഈ ഒരു ആപ്പ് നീ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് പിന്നീട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ വരുന്നുണ്ടാവില്ല. ഇത് ഒരു ചെറിയൊരു പേയ്മെന്റ് എന്നുള്ളത് വരുന്നുണ്ടാവും, 300 330 ആ രീതിയിലൊക്കെ ആയിരിക്കും തോന്നുന്നു വരുന്നുണ്ടാവുക. പിന്നീട് ഇത്തരത്തിലുള്ള അഡൽട്ട് സൈറ്റ് ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ വരുന്നുണ്ടാവില്ല. നമുക്ക് തന്നെ ചില കീവേഡ്സ് കൊടുത്തിട്ട് എന്തൊക്കെ കീവേഡ്സ് ബ്ലോക്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാനും പറ്റുന്നുണ്ടാവും. ക്ലിയർ ആവുന്നുണ്ടോ? സോ അപ്പൊ ആ രീതിയിൽ ഒന്ന് ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ അടുത്ത കാര്യം, നമ്മളെല്ലാവരും സയൻസിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എനർജിയെ നമുക്ക് നശിപ്പിക്കാനായിട്ടോ നിർമ്മിക്കാനായിട്ടോ സാധിക്കില്ല എന്നുള്ളത്. ഇപ്പോ റീപ്ലേസ് നമ്മളുടെ തേർഡ് പോയിന്റ് എന്നുള്ള രീതിയിൽ വരുന്നത് റീപ്ലേസ് ദ ഹാബിറ്റ് എന്നുള്ളതാണ്. റീപ്ലേസ് ദ ഹാബിറ്റ്. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്നുള്ളതും കൂടി പറയാം. എനർജിയെ നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ ആയിട്ട് സാധിക്കുന്നുണ്ടാവില്ല. അപ്പൊ ഇത് എന്നുള്ളത് നിങ്ങളുടെ അഡിക്ഷൻ ആണ്. നിങ്ങൾ വിചാരിക്കുന്നത് ഇതിനെ അങ്ങോട്ട് കില്ല് ചെയ്യുക എന്നുള്ളതാണ്. സാധിക്കുന്നുണ്ടാവില്ല. ഇതിനെ റീപ്ലേസ് ചെയ്യാൻ മാത്രമേ സാധിക്കുന്നുണ്ടാവുള്ളൂ. മറ്റൊരു ഹാബിറ്റ് വെച്ചിട്ട് ഇതിനെ റീപ്ലേസ് ചെയ്യണം. അത് നിങ്ങൾ പുസ്തകം വായന എന്നുള്ളതായിരിക്കാം, പുഷപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കാം, വേറെ എന്തെങ്കിലും കോൾഡ് ഷവർ ചെയ്യുക എന്നുള്ളതായിരിക്കാം. എന്തിനാണ് ഞാൻ ഇതൊക്കെ ചെയ്യാൻ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതിനെ ഈ ഒരു കാര്യത്തെ റീപ്ലേസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ.
ഇതിൽ പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് ഇതൊന്നും ചെയ്യാണ്ട് റീപ്ലേസ് ചെയ്യാണ്ട് നിങ്ങൾ ഈ തിയറി നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടില്ല എന്നുള്ളതാണ് വിഷയം. ഇത് ചെയ്യാതെ ഇതിനെ എലോൺ പോയിട്ട് കില്ല് ചെയ്യുക എന്നുള്ളതാണ്, നടക്കുന്നുണ്ടാവില്ല. ഈ ഹാബിറ്റ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ സെയിം ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റൊരു ഹാബിറ്റ് വെച്ചിട്ട് നിങ്ങൾ ഇതിനെ റീപ്ലേസ് ചെയ്തേ മതിയാവുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് ഈസ് കണക്ട് ടു എ ബ്രദർ. അതായത് ഇത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള അഡിക്ഷൻ ആണല്ലോ. നിങ്ങൾ ഇത് ഐസോലേഷനിലൂടെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇതിനെ തോൽപ്പിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. പലരും നമ്മളുടെ അടുത്ത് വന്ന് പറയുന്ന കാര്യമാണ്, ബ്രോ ഞാനിത് ഒറ്റയ്ക്ക് പറ്റുമോ നോക്കട്ടെ എന്നുള്ളത്. എന്നിട്ട് ഒരു മാസം കഴിയുമ്പോഴേക്കും അവർ വീണ്ടും തിരിച്ചു വരും, ബ്രോ പറ്റിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട്. കാരണം എന്തുകൊണ്ടാ? ഇതൊരു പെയ്ഡ് പ്രോഗ്രാം ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ബ്രോ അതിനു മുൻപ് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത്രയും വർഷമായിട്ട് നിങ്ങളുടെ തലയിൽ ബിൽഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതിന് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളത് അത്യാവശ്യമാണ് ബ്രോ. മനസ്സിലാവുന്നുണ്ടോ? പ്രോപ്പർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളത് ഇത്രയും വർഷമായിട്ടുള്ള ഒരു കാര്യത്തെ ബ്രേക്ക് ചെയ്യാനായിട്ട് നിനക്ക് അത്യാവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സുപ്പീരിയർ മെൻ ബിൽഡിംഗ് എന്നുള്ള ഈ ഒരു പ്രോഗ്രാം തന്നെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇതിൽ നിനക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നിങ്ങളെ പോലെ തന്നെ നാട്ടിലും ഗൾഫിലും ഉള്ള 20s 30s 40s ഒരുപാട് ആളുകൾ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് ഇന്ന് പലരും 50 ദിവസം 60 ദിവസം 100 ദിവസം എന്നുള്ള രീതിയിൽ അവരുടെ ജേണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നിങ്ങൾക്കും ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പെയ്ഡ് പ്രോഗ്രാം ആണ്. പക്ഷേ നമ്മളുടെ എക്സ്പെർട്ടൈസേഷൻ എന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടല്ലേ ഞാൻ ഇതൊക്കെ പ്രസന്റ് ചെയ്യുന്നത്. കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാൻ ഇതല്ലേ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ 6 വർഷത്തെ എക്സ്പെർട്ടൈസേഷൻ എന്നുള്ളതാണ്. സോ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ആയിട്ട് ഞാനൊരു ലിങ്ക് നൽകുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്തേക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ബൈ.